നമസ്കാരം. തൽക്കാലം പത്മനാഭന്റെ മണ്ണിലെ ഊഹങ്ങൾക്ക് വിടയാവുകയാണ്. ബി ജെ പിക്ക് വേണ്ടി തലസ്ഥാനത്ത് മത്സരിക്കാനിറങ്ങുന്നത് സാക്ഷാൽ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ ഏകദേശം അന്തിമമായിട്ടുള്ള തീരുമാനം ആയതായിട്ടാണ് ഇപ്പോഴുള്ള വിവരം. കാരണം ശബരിമല വിഷയം ബി ജെ പിയെ നല്ല രീതിയിൽ കേരളത്തിൽ സഹായിച്ചുവെന്നും മാത്രമല്ല കേന്ദ്രത്തിൽ ബി ജെ പി പരാജയപ്പെട്ടാലും കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കുമെന്ന് ഈയിടെ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേ അടക്കം പുറത്തു വരികയുണ്ടായി. അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും അധികം സാധ്യതയുള്ളത് തിരുവനന്തപുരത്ത് ആണ് എന്നും സംസ്ഥാന ദേശീയ നേതൃത്വം ഇത് കണക്കുകൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി തിരുവനന്തപുരത്തുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് മലയാള സിനിമയിലെ മെഗാതാരമായ മോഹൻലാൽ ആണെന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എന്നാൽ മോഹൻലാൽ തന്നെ അത് നിഷേധിച്ചതോടുകൂടി അതിൽ തീരുമാനമായി. പിന്നീട് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്ന പേര് സാക്ഷാൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ്റെതായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ ഒരു വിധത്തിൽ അതും ശരിയല്ല, അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്നും ബി ജെ പി പിന്മാറുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ശക്തനായ ശശി തരൂർ മത്സരിക്കാനിറങ്ങുന്ന തലസ്ഥാന നഗരിയിൽ ശശി തരൂരിനെ പൂട്ടാനുള്ള പൂട്ടുമായി ആരെ ഇറക്കും എന്നുള്ള ഒരു ചർച്ച പുരോഗമിക്കുന്നിടത്താണ് ശബരിമല വിഷയമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ശബരിമല വിഷയത്തിൽ വീരപുരുഷനായി മാറിയ കെ സുരേന്ദ്രൻ ആവട്ടെ എന്ന് ബി ജെ പി നേതൃത്വം തീരുമാനിക്കുന്നത്. ശബരിമല വിഷയത്തിൽ 21 ദിവസം ജയിൽവാസം അനുഭവിച്ചതും അതോടൊപ്പം സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയുടെ നിലപാടിലെ മലക്കം മറച്ചിലൊക്കെ ബി ജെ പിക്ക് പാരയായപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തെ നേരിട്ടെത്തി പ്രതിരോധിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല തലസ്ഥാന നഗരിയിൽ സുരേന്ദ്രനെ ഇറക്കുകയാണെങ്കിൽ സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ വലിയൊരു ഭക്തി സമൂഹം കൂടെയുണ്ട്. അത് NSS വിഭാഗം തന്നെയാണ്. കാരണം ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പയറ്റിയ രാഷ്ട്രീയം ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചത് NSS ബി ജെ പിയോടൊപ്പം ചേർന്നതോടു കൂടിയാണ്. മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ബി ജെ പി കേന്ദ്ര സർക്കാർ തീരുമാനിച്ച 10% സാമ്പത്തിക സംഭരണം നടക്കാനുള്ള വിധിയിൽ വളരെയധികം സന്തോഷിച്ചതും അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് കത്തെഴുതിയതും NSS നേതൃത്വമായിരുന്നു. അപ്പോൾ ഇതൊക്കെയും ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂല ഘടകമാണ് എന്നും അത്തരത്തിൽ സാക്ഷാൽ ശശി തരൂരിനെ നേരിടാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ബി ജെ പി നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ വീരപരിവേഷം നേടിയ കെ സുരേന്ദ്രനെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കി സർവേ ഫലങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡിൽ മുസ്ലിം ലീഗിന്റെ മരിച്ചുപോയ MLA ആയിരുന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ വലിയ ഒരു വിജയം തന്നെ കൈവരിക്കാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രൻ. മാത്രമല്ല ഇപ്പോഴും അവിടുത്തെ വിജയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണോ പരാജയമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രീതിയിൽ കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുമ്പോൾ ഇതൊക്കെയും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും സുരേന്ദ്രന് ഉണ്ട് എന്നും ആ സുരേന്ദ്രനെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കി കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വം. കേരളത്തിൽ 14 സീറ്റുകൾ പിടിക്കാനുള്ള പദ്ധതികളാണ് അമിത്ഷാ തയ്യാറാക്കിയത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ച തൃശ്ശൂരും പാലക്കാടും. അതിനാൽ തന്നെ അവിടെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. അതിൽ മുൻ കോൺഗ്രസ് MLAയും ദേവസ്വം പ്രസിഡന്റ് കൂടിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ, BDJS അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി, മറ്റ് ജനറൽ സെക്രട്ടറിമാരായ AN രാധാകൃഷ്ണൻ, MT രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നിവരൊക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. എന്തു തന്നെയായാലും ശബരിമല വിഷയത്തിൽ ശ്രീധരൻ പിള്ള സൂചിപ്പിച്ചതുപോലെ ഒരു സുവർണാവസരമായി ബി ജെ പിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി
ദേശീയ നേതൃത്വം നടത്തിയ സ്വകാര്യ സർവേയിലും അതോടൊപ്പം ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിലുമൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ കാര്യങ്ങൾ ഇത്രയൊക്കെയാണെങ്കിലും കോൺഗ്രസും അവിടെ ശക്തമായിട്ടുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂർ എന്നും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.